ബാംഗ്ലൂരിൽ നിന്ന് ഓർഡറുകളുടെ കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, എന്താണ് ഇതിന്റെ രഹസ്യം? സർ, ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരുന്ന ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ആ, നാളെ നമുക്ക് ഒരുമിച്ചൊരു ബിസിനസ് ടൂർ ചെയ്യേണ്ടി വരും. അയ്യോ സർ, അമ്മ വീട്ടിൽ തനിച്ച. അതിനെന്താ, ഇതൊരു ബിസിനസ് ടൂർ അല്ലേ? വളരെ മനോഹരമായിരിക്കുന്നു. ഇത് എവിടുന്ന് വാങ്ങിയതാ? അനുവാദമില്ലാതെ ഇവിടെ കടന്നു വരാൻ ആരാ പറഞ്ഞത്? ഇവിടെ കടന്നു വരാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. മഹേന്ദ്രന് തോന്നിയാസം നടത്താനുള്ള സ്ഥലമല്ല ഇത്. ഇതൊരു ഓഫീസാണ്. എന്തിനാ ഇപ്പം കൂടെ വന്നത്? ഓഫീസിലെ പെണ്ണായിട്ട് എവിടെയെങ്കിലും പോകാൻ പാടില്ലായിരുന്നോ? ഓടി, നീ ആരാ ചോദിക്കാൻ? നീയും നിന്റെ തന്നെയും വിചാരിക്കുന്ന പോലൊന്നും നടക്കില്ല. ദേ, നിന്നെ കെട്ടേ നിന്റെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കാനൊന്നുമില്ല. വേണ്ട, ഇറങ്ങിപ്പോയിക്കോ. എനിക്ക് മതിയായി. അങ്ങനെ ഇറങ്ങിപ്പോകുന്നവനല്ല ഈ മഹേന്ദ്രൻ. നീ മാത്രമല്ല എന്റെ ലക്ഷ്യം. മായയെ വേറൊരുത്തിനെ കെട്ടിച്ചു കൊടുക്കാമെന്നൊന്നും വിചാരിക്കണ്ട. അവൾ കൂടി എനിക്ക് അവകാശപ്പെട്ടതാ. ഇക്കണ്ട സ്വത്തെല്ലാം എന്റെ പേരിൽ തന്നെ വന്നു ചേരണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഈ മഹേന്ദ്രൻ പഠിക്കില്ല. എന്റെ ജീവിതം നശിപ്പിച്ചതുപോലെ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ഗായത്രി, ഗായത്രി, ഇനി ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? മരിച്ചാൽ തിരിച്ചു വരുമോ? എനിക്കെന്റെ മകളാണ് നഷ്ടമായത്. ഞാനതെങ്ങനെ മറക്കും? എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരാണ് എന്നെ വഴിതെറ്റിച്ചത്. മീരയെ ഞാൻ വല്ലാതെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അത് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മീര ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. മായെ, നീയെങ്കിലും എന്നെ മനസ്സിലാക്കൂ. ഇനി ആരെയും ഞാൻ വേദനിപ്പിക്കില്ല. അങ്കിൾ, ഇങ്ങനെ വീട്ടിൽ നിന്ന് ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്കൊന്ന് പുറത്തു പോകാം. വരൂ, ബിസിനസിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വരൂ പ്ലീസ്. ഇതുപോലുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ വന്ന് അങ്കിളുമായി ഒന്ന് സംസാരിച്ചിട്ട് എത്ര കാലമായി? ശരിയാണ്, മീരയുടെ മരണശേഷം പുറത്തിറങ്ങാൻ തോന്നിയിട്ടില്ല. എന്തോ ബിസിനസ് കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് മഹേന്ദ്രൻ പറഞ്ഞല്ലോ. എന്താ അത്? മീരയുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന അങ്കിളിനോട് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഈ അവസ്ഥയിൽ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ നോക്കി നടത്താൻ അങ്കിളിന് ബുദ്ധിമുട്ടാകും. അത് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എത്രയും പെട്ടെന്ന് മായമോളെ നല്ലൊരാളെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി അങ്കിൾ ബുദ്ധിമുട്ടണ്ട. മായയെ ഞാൻ വിവാഹം ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഞാൻ ലാളിച്ചു വളർത്തിയ മീരമോൾക്ക് ഒരു ദിവസം പോലും നീ സമാധാനം കൊടുത്തിട്ടില്ല. ഇനി മായമോളെ കൂടി. മായയ്ക്ക് വേണ്ടിയാണല്ലോ ഞാൻ മീര ഒഴിവാക്കിയത്. യോഹി, നീ എന്റെ മകളെ കൊന്നതാണല്ലേ? അങ്കിൾ വെറുതെ ടെൻഷൻ ആകാതെ. പ്രഷർ കൂടും. ഞാൻ പറയുന്നതൊന്നും അങ്കിളിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. മായ നമുക്ക് വേറൊരാൾക്ക് എത്തിച്ചെടുക്കാം. പക്ഷേ അങ്കിളിന്റെ പേരിലെ മുഴുവൻ സ്വത്തും ഈ മഹേന്ദ്രന്റെ വേണം. ഒന്നൊപ്പിട്ടെ. ഇല്ല, തരില്ല. നീ എന്നെ ചീറ്റ് ചെയ്യാണല്ലേ? അതൊക്കെ എന്റെ സുഹൃത്തുക്കളാ. ഞാൻ പറയുന്നത് എന്തും അവർ ചെയ്യും. അച്ഛനെവിടെ? അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാ വരുന്നത്. ഇവിടെ? ഏത് ഹോസ്പിറ്റല്? എനിക്ക് എന്റെ അച്ഛൻ ഉടനെ കാണണം. ധൃതി വെക്കണ്ട, നാളെ രാവിലെ പോയാൽ മതി. പോരാ, എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ബഹളം വെക്കാതെ പെണ്ണെ. നിന്റെ അച്ഛൻ ഇനി വരില്ല. ഇനി നമ്മൾ രണ്ടാൾ മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഇന്നു മുതൽ നീ എന്റെ ഭാര്യയാണ്. കോടിക്കണക്കിന് വിലയുള്ള ഈ സ്വത്തുക്കളെല്ലാം നമുക്ക് മാത്രമുള്ളതാ. നിന്റെ സൗന്ദര്യം കൊതി തീരുവോളം ഞാനൊന്ന് ആസ്വദിക്കട്ടെ. വാ.
ഒന്നും എനിക്കറിയില്ലായിരുന്നു. മായയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മണപ്പുമായിരുന്നില്ല. സാരമില്ല. അപരിചിതയായ ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നതിൽ കവിഞ്ഞൊന്നും അനന്തൻ എന്നോട് കാണിച്ചിട്ടില്ല. ഇനി മായ ആരും പേടിക്കണ്ട. ഞാനുണ്ടാവും മായക്കെന്നും. അനന്തൻ എവിടെ? അകത്തുണ്ട്. അനന്തൻ എന്താ കഴിച്ചേ? ഒന്നും കഴിച്ചില്ല. അപ്പുക്കുട്ടൻ അനന്തനോടൊന്നും മിണ്ടാത്ത എന്താ? അനന്തന് ഇപ്പൊ സംസാരിക്കാനും പരിചരിക്കാനും ആളുകളുണ്ടല്ലോ. എന്ത് വിചാരിച്ച അങ്ങനെ പറഞ്ഞത്? അപ്പുക്കുട്ടന് അസുഖം വന്നാലും ഞാൻ തന്നെയല്ലേ പരിചരിക്കേണ്ടത്? മായ അനന്തനുമായി അടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ ലിസ്റ്റിംഗ് എഴുതാ. ഇനി കാര്യങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. എന്തേ? നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്ന് മുതലാ നിനക്ക് മാത്രമായിട്ട് ഒരു വ്യക്തിപരമായ കാര്യം ഉണ്ടാകാൻ തുടങ്ങിയത്? ഇന്ന് മുതലാണ് കരുതിക്കോ. എടാ, ഒരു സുപ്രഭാതത്തിൽ കുറച്ച് കാശുണ്ടായെന്ന് കരുതി കൂടുതൽ അഹങ്കരിക്കല്ലേ? ഒക്കെ ദൈവം തന്നതാ, അത് മറക്കണ്ട. എന്ത് ദൈവം? ഞാനും കൂടി കഷ്ടപ്പെട്ടത് തന്നെയാ. പിന്നെ ഒരു കാര്യം, എന്നെ ഒഴിവാക്കിയിട്ടെല്ലാം സ്വന്തമാക്കാം എന്ന് കരുതണ്ട. അങ്ങനെ ഇവിടെ ആരും കരുതിയിട്ടുമില്ല. ഒന്ന് നിർത്തൂ. ഇത്ര വേഗം നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ എന്താണ് കാരണം? ഞാനാണ് കാരണമെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എനിക്ക് വേണ്ടി ആരും എങ്ങോട്ടും പോണ്ട. അഞ്ചു മണിയായി. 3 മണിക്ക് വരാമെന്ന് പറഞ്ഞ മന്ത്രി 2 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടും കാണുന്നില്ല. ഇനി അവിടെ എങ്ങാനും വല്ല ബലാത്സംഗവും നടന്നു കാണോ? ആ മന്ത്രിക്ക് ഒരു 10-72 വയസ്സെങ്കിലും കാണില്ലേ നേതാവേ? ശുംഭ, മന്ത്രിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നേതാവേ, എന്റെ മോളാ ഇത്. മോൾക്ക് എത്ര വയസ്സായി? 14. ഓയ്, എന്തായാലും ഈ കുരുന്നു പ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങളുടെ പാർട്ടി ശക്തമായി അപലപിക്കുന്നു. എന്നാലും എന്റെ നേതാവേ, ഒരു മനസാക്ഷി ഇല്ലാതെ എന്റെ കൊച്ചിനോട് അവരിത് കാണിച്ചല്ലോ. 1 or 2 പേരോ മറ്റോ ആണോ? 10-30 പേരല്ലേ ആ കാലമാടന്മാര്. 10-30 പേരുണ്ടോ? രക്ഷപ്പെട്ടില്ലേ? ഇപ്പോഴത്തെ കണക്കനുസരിച്ച് രൂപ 40,000 കയ്യിൽ വരുമല്ലോ. അമ്മച്ചി എന്തിനാ കഴിയുന്നത്? എങ്കിലും എന്റെ നേതാവേ, എനിക്ക് ഇതുപോലെ 2 പേരക്കുട്ടികൾ ഉണ്ടായിട്ട് അവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ലല്ലോ. പെമ്പിള്ളാരായ ഇങ്ങനെയൊക്കെ വേണം. രൂപ 40,000 അല്ലേ നഷ്ടമായത്. അമ്മച്ചി കരയാതെ, അതിന് ഇനിയും സമയമുണ്ടല്ലോ അല്ലേ? എന്റെ 16ാമത്തെ വയസ്സില് വീട്ടിൽ ആരും ഇല്ലാത്ത അവസരത്തില് അമ്മാവന്റെ മകൻ ഗോവിന്ദനും കുറെ കൂട്ടുകാരും കൂടി എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ആ വകയില് നേതാവ് വിചാരിച്ചാൽ വല്ലതും വാങ്ങിത്തരാൻ പറ്റും. ബലാത്സംഗത്തിന് മുൻകാല പ്രാബല്യമൊന്നുമില്ല. എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. ചേട്ടാ, ചായ. അമ്മയെ നമുക്ക് വേറെ ആരെങ്കിലും ഡോക്ടറെ കാണിക്കാം. നല്ല പനിയുണ്ട്. ഏതായാലും 2 ദിവസത്തെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കല്ലേ. കുറവില്ലെങ്കിൽ നമുക്ക് വേറെ ഡോക്ടറെ കാണിക്കാം. പാറക്കാരനെ തോൽപ്പിക്കാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. അത് ശരിയാ. ഇവിടെ നിന്നോ കയറി വന്ന 2 പീറ പിള്ളേർ ഇവിടെ കിടന്ന് ചെത്തുന്നു. അവരുടെ മാസ്റ്റർ ബ്രെയിൻ അപുരുഷത്വൻ പിള്ളയാണ്. അയാളെ വകവരുത്താൻ CK വിചാരിച്ചാൽ നടക്കും. അവന്മാരെ ഞാൻ പിടിച്ചോണ്ട് വരാം. CK അറിയാതെ ഒരു ബിസിനസ് ഇവിടെ നടന്നിരുന്നില്ല. ഇപ്പോൾ CK അറിയാതാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. CKക്ക് ആവശ്യമുള്ളത് ഞാൻ തരുന്നില്ലേ? ഉവ്വ്, ചിക്കൻ തരുന്നുണ്ട്, റമ്മ് തരുന്നുണ്ട്. പിന്നെന്താ?
നഗരത്തിൽ വിൽക്കാതിരിക്കുന്ന ഭൂമി മുഴുവനും നമുക്ക് തന്നെ കിട്ടണം. അതിനുവേണ്ടി സി കെ തന്നെ ഇറങ്ങണം. സി കെ ആരാണെന്ന് അവന്മാരെന്ന് അറിയട്ടെ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ വസ്തുവിന് ഞങ്ങൾ അഡ്വാൻസ് തന്നില്ലേ? അതങ്ങ് തിരിച്ചു തന്നേക്കാം. സി കെയുടെ കളി വേണ്ട. നിന്റെയൊക്കെ വീട്ടിൽ വന്നിട്ടും കണ്ടില്ല. നിങ്ങളുടെ അഡ്വാൻസ് തിരിച്ചു തന്നേക്കാം. കരാറിൽ ഒപ്പുവെച്ചിട്ടൊന്നുമില്ലല്ലോ. കുറഞ്ഞ വിലക്ക് വസ്തു വയ്ക്കാൻ പറ്റില്ല. സി കെ അഡ്വാൻസ് തന്നത് തിരിച്ചു വാങ്ങാനല്ല. നീയൊക്കെ പുരുഷോത്തമന്റെ ആൾക്കാർക്ക് വസ്തു കൊടുക്കുന്ന എനിക്കൊരു കാണണം. എടി പെണ്ണേ, കിടന്ന് കീറണ്ട. കുറെ ബെഞ്ചും ഡെസ്കും നിരത്തി വെച്ച് കുറെ പെണ്ണുങ്ങളും വെച്ച് നാട്ടുകാരുടെ വസ്തു മുഴുവൻ തട്ടിയെടുക്കാൻ മോഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വാടാ. ഹലോ വെക്കഴി അവിടെ. നാട്ടിലെ ഭൂമി മുഴുവൻ ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങാനുള്ള കാശ് ഇവന്മാരുടെ കയ്യിലുണ്ടാവും എന്ന് വെച്ച് സിക്ക് അഡ്വാൻസ് കൊടുത്ത വസ്തു വാങ്ങാനുള്ള ധൈര്യം നിനക്കുണ്ടോ? എങ്കിൽ എനിക്കത് അറിയണം. പുരുഷോത്തമ പിള്ള ബലം പ്രയോഗിച്ചും വരട്ടിയും ആരുടെ ഒന്നും വാങ്ങാൻ ശ്രമിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ വിൽസൺ പാറയക്കാരന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് ഇവന്മാരെന്തിനാ ഇവിടെ കയറി ഇറങ്ങുന്നതെന്ന് എനിക്കറിയണം. ഇനിയെങ്കിലും ഈ പണിയൊന്ന് നിർത്തിക്കൂടെ? നിങ്ങളെ പെങ്ങടെ സ്വത്ത് വിറ്റ കാശല്ലേ അന്ന് നിങ്ങൾ ആ പാറക്കാരനെ കൊണ്ട് കൊടുത്തത്? വർഷം എത്രയായി? ഇന്നിപ്പോൾ അവൻ കോടീശ്വരനാണ്. ഇന്നും നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും ചൂഷണം ചെയ്ത് അവൻ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളിന്ന് എവിടെ തന്നെ ആളായിരുന്നു? പാവം ആ പെങ്ങളും കുട്ടിയും ഏതോ വാടക വീട്ടിൽ താമസിക്കുക. പെണ്ണും കെട്ടാതെ വല്ലവനും വേണ്ടി വാടകപ്പണി ചെയ്ത് ജീവിക്കാതെ ഇനിയെങ്കിലും തിരിഞ്ഞു നോക്കൂടെ? വെറും നിസ്സാര തുകയ്ക്ക് കള്ളും ചിക്കനും കഴിച്ച് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ അവനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ നിങ്ങൾക്കെന്ത് തന്നു? മറ്റുള്ളവരുടെ നേരെ കുതിര കയറാതെ അവന്റെ മുഖത്ത് നോക്കി ചോദിക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ അതാണ് ശരി. എടാ പാറയക്കാരാ, പാറയക്കാരാ, എന്താ സി കെ